ചായ കുടിക്കാൻ പാടില്ലല്ലോ പെരുന്നാളിൻ്റെ വലിയ പെരുന്നാളിൻ്റെ ഭക്ഷണം കട്ടൻ ചായ വരെ കുടിക്കാതെ പോകണം. അതിരാവിലെ പള്ളിക്ക് പോകും വേണം. തെക്ബീറാണെന്ന് പ്രധാനം. ഖുർആൻ ഓതിനെക്കാട്ടിലും പ്രധാനം ഏതാണ്? തെക്ബീർ ചൊല്ലലാണ്. ഞാൻ എപ്പോഴും എല്ലാ പെരുന്നാളും ഞാൻ പറയാറുണ്ട്, പിന്നെ സുബൈ നിസ്കരിക്കാൻ പോയിട്ട് പെരുന്നാൾ നിസ്കരിച്ച് വരലാണ് ഏറ്റവും നല്ലത്. തബ്ക്കീർ അങ്ങനെയാണ്. പെരുന്നാൾ കുളി സുബൈൻ്റെ മുമ്പേ കുളിക്കാം. അർദ്ധരാത്രിയോടുകൂടെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കുളിൻ്റെ ടൈമാവും. ജുമാൻ്റെ കുളിയാണെങ്കിൽ സുബൈയാൻ കൊടുത്തിട്ട് ടൈം ആവുള്ളൂ. വെള്ളിയാഴ്ച നിങ്ങൾക്ക് രാവിലെ പോകണമെന്നുണ്ടെങ്കിൽ സുബൈയാൻ കൊടുത്തിട്ട് ജുമാൻ്റെ കുളി കുളിച്ചിട്ട് വേണം ജുമാക്ക് പോകാൻ. ഇത് നിങ്ങൾക്ക് പെലച്ചക്കന്നെ കുളിക്കാം. ഞാൻ വലിയ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി കുളിക്കുന്നു എന്ന് നിയത്തിച്ചിട്ടുണ്ടെന്നൊക്കെ കുളിക്കാം. അവിടെ അത്രയൊക്കെ പൂശി ആ പുതിയതൊക്കെ ഇട്ട് പള്ളിയിൽ പോയിട്ട് അവിടെ തെക്കുബീറും ചൊല്ലി അങ്ങനെ ഇരുന്നാൽ ആ ഇരുത്തൊക്കെ നിസ്കാരമാണ്. അപ്പോൾ നിങ്ങൾ ദ്വാരക്കണ ദ്വാരക്കൊക്കെ ആരെ കൂലിയിട്ടു നിസ്കാരത്തിൻ്റെ അതേ ഇജാബത്ത് ഉണ്ടാവും ചെയ്യും. അതിൻ്റെ പുറമെ ഒരു നാട്ടുണ്ടാവും. എന്താണത് പൂർണ്ണമായ രജ്ജിൻ്റെ കൂലിയും കിട്ടും. അന്ന് നിങ്ങൾക്ക് അജമർ കിട്ടുന്ന പോലും കണ്ടില്ലേ? സുബൈ നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ദിക്റും ചൊല്ലി ഇരുന്നാൽ ഏതുവരെ? ഉദയം വരെ. ഇങ്ങോട്ട് ഉദിച്ച് ഉയർന്ന് രണ്ടരക്കാലത്ത് സാധാരണ സുന്നത്ത് നിസ്കരിച്ച് പോന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായ അജിൻ്റെ കൂലി. പടച്ചവനെ ഈ പെരുന്നാളിൻ്റെ എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിയത്. പിന്നെ ആകെ ഒരു നഷ്ടം എന്താ? ചാടിച്ചാൻ പറ്റില്ല എന്നല്ലുള്ളൂ. മറക്കാരെ ചാടിച്ചാൻ പറ്റില്ല എന്നല്ലുള്ളൂ. ചായ കുടിക്കാൻ പാടില്ലല്ലോ പെരുന്നാളിൻ്റെ. വലിയ പെരുന്നാളിൻ്റെ ഭക്ഷണം കട്ടൻ ചായ വരെ കുടിക്കാതെ പോകണം. നിസ്കാരം കഴിഞ്ഞിട്ടാണ് കുടിക്കേണ്ടത്. നമ്മൾ സാധാരണ ഓർമ്മക്ക് എങ്ങനെ സുബഹിസ്കരിച്ചാണ്ട് കട്ടൻ ചായ അടിച്ചാൽ കറാഹത്താട്ടോ. നല്ലൊരു ദിവസമായിട്ട് രാവിലെ തന്നെ ഒരു കറാഹത്ത് ചെയ്യേ. ചെറിയ പെരുന്നാളാ, വലിയ പെരുന്നാളിൻ്റെ കാര്യമാണ് പറയണത്. വലിയ പെരുന്നാളിൻ്റെ കാര്യമാണ് ഈ പറയണത്. പിന്നെ എന്തിനാ പെരീക്കോണം സുബഹിസ്കരിച്ചാണ്ട് വെറുതെ? ഒരു മൂമിനിങ്ങൾക്ക് പോകാൻ കഴിയോ? ഈ നിസ്കാരത്തിൻ്റെ കൂലികൾ കിട്ടണ മുടക്കേണ്ട പെരീക്കോണ്. ഒരു കട്ടൻ ചായയും കൂടി കുടിച്ചാൻ പറ്റും. പിന്നെ എന്തിനാ പോകണമെന്ന് പറഞ്ഞാൽ ഒരു മൂമിനെ കൊണ്ട് കഴിയോ? ഒരു ഹജ്ജിൻ്റെ കൂലിയാണ് പോണത്. ആ സുബഹിസ്കരിച്ചാണ്ട് അവിടെ എന്താ ദിക്ർ? തെക്ബീർ ചൊല്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഖുർആൻ ഓതിയൊന്നും അത്ര കൂലി ഉണ്ടാവില്ല കേട്ടോ പെരുന്നാളിൻ്റെ അന്നേ. അതൊന്നും അന്ന് ചൊല്ലണ്ട. അസ്ബൽമുക്കൊക്കെ വേണമെങ്കിൽ പെരുന്നാൾ നിസ്കരിച്ചിട്ട് എല്ലിക്കോളി. പെരുന്നാൾ നിസ്കാരം വരെ തെക്കുബീറ ചൊല്ലണ്ടേ. മാണെങ്കിൽ കേട്ടോളി. അന്ന് ഞാനും വലിയൊരു ഔറാദ് വേറെ ഏതില്ല. ഞാൻ കുറേ ഔറാദ് വാങ്ങിയിട്ട് 1 മണിക്കൂർ ജില്ലയിലും കഴിയാത്ത ഔറാദുള്ളവരൊക്കെ ഉണ്ട്. തന്നെ തലേന്ന് ഉറൂബോട് കൂടെ തെക്കുബീറിൻ്റെ സമയമായി. പിന്നെ പെരുന്നാൾ നിസ്കാരം വരെ ഏത് തന്നെയാണ് തെക്കുബീർ അങ്ങനെ ചൊല്ലിക്കൊള്ളുക. പിന്നെ ഒരൊറ്റ കാരോടും പറയട്ടോ,